ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഡെയിലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ വീഡിയോസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ഞാനിവിടെ ശരിക്കും കഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഇടാൻ കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴേ ഡെയിലി നമുക്ക് എന്ത് വിശേഷം ഇപ്പോൾ നിങ്ങളായിട്ടേക്ക് പങ്കുവയ്ക്കാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഡെയിലി ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും എല്ലാവരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും വേണ്ട, നമുക്ക് കണ്ണനെ കണ്ടാൽ മതി, അവൻ്റെ കുഞ്ഞിച്ചിരി കണ്ടാൽ മതി, അവൻ്റെ കുഞ്ഞി കൊഞ്ചലുകൾ കേട്ടാൽ മതി എന്നൊക്കെ എല്ലാവരും വന്ന് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു കാര്യം എനിക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്നത് ചെയ്തു തരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വീഡിയോസുകളൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അത്ര ബിസിയല്ല എന്നുള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വന്നത് വേറെ ഒന്നുമല്ല, വീട്ടിൽ കണ്ണൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അച്ഛൻ. ഇന്നേ കണ്ണൻ്റെ വഴിപാടുകളൊക്കെ ചെയ്തതിൻ്റെ പായസം കൊണ്ടുവന്നതാട്ടോ അച്ഛൻ. പിന്നെ ഇന്ന് എൻ്റെ ചേട്ടൻ്റെയും കൂടെ പിറന്നാളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രസാദം പാൽപ്പായസവും മറ്റേ ഗണപതി ഹോമത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഗണപതി ഹോമത്തിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ അവലും മലരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ണന് കഴിക്കാൻ പറ്റില്ല, പാൽപ്പായസം കഴിക്കാനായിട്ട് പറ്റും. അപ്പം അച്ഛൻ കാലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇത് തൊടാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാം. അപ്പോൾ എൻ്റെ കുളിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതേ തുണികളൊക്കെ മെഷീനിലിട്ടിട്ടുണ്ട്. കണ്ണിൻ്റെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കണ്ണനപ്പോൾ രാവിലെ പുട്ടും പഴം കഴിച്ചിട്ടാണ്, പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. 11 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ നേരത്തൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കല്യാണി കഴിക്കും, ഞാനും കഴിക്കും. വൈകുന്നേരം വരുമ്പോൾ ചേട്ടൻ അങ്ങത്തിരി കഴിച്ചാൽ കഴിച്ചു. അപ്പോൾ പായസം ഞാൻ കണ്ണന് കൊടുക്കട്ടെ കേട്ടോ. പായസം കുടിക്കാം, പായസം കുടിക്കാം. പാച്ചം വേണ? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ കുട്ടൻ്റെ പോട്ട് പോട്ട് അച്ചേച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കുച്ചു കഴിഞ്ഞിട്ട് വരാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല നമ്മുടെ കുട്ടി. അയ്യോ അയ്യോ ടി വി വെച്ചത് പണിയാവോടെ കണ്ണ. അമ്മ ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ. നമ്മൾ ഇങ്ങനെ ടി വി ഒക്കെ വീഡിയോയിൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ സിനിമയുടെ ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ ഒരുപക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതൊക്കെ വേറെ ആളുകളുടെ കണ്ടന്റ് അല്ലേ. അതൊക്കെ എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ കാര്യം നമ്മളത് യൂസ് ചെയ്യുന്നില്ല, മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് ഓഡിയോ എന്നൊക്കെ ഉണ്ടെങ്കിലും കാലക്കേടിന് നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ? ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കുഴപ്പമൊന്നുമില്ല, പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. എനിക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന മറ്റേ ഏതാണ് പാട്ട്, കരിങ്കാളിയല്ലേ, അത് ഞാൻ എല്ലാവരും ഇടുന്നുണ്ട് നല്ലതിൽ. ആർക്കും ഇപ്പം ഞാനത് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സോങ്സൊക്കെ ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ക്ലെയിം കാണിക്കാറുണ്ട്. അതങ്ങനെയൊന്നും കാണിച്ചു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൽ ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് എനിക്ക് 3 മാസത്തോളം സ്ട്രൈക്ക് അടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വെറുതെ പുലി വന്നിട്ട് അതിൻ്റെ പിറകെ ഞാൻ എന്തോരം കിടന്ന് നടന്നതെന്നറിയോ. അത് നമ്മൾ സ്ട്രൈക്ക് അടിച്ച് കഴിയുമ്പോഴും നമുക്കൊരു മെയിൽ ഐ ഡി വരും. ആ മെയിൽ ഐ ഡിയിലുള്ള അവർ ഓണറായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് സ്ട്രൈക്ക് മാറ്റിത്തരും. അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ആ സമയത്ത് ഞാനിത് എൻ്റെ അവസാനിക്കാറായ സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പം പിന്നെ എൻ്റെ മെയിൽ ഞാൻ എന്തോ ക്ലിയർ ചെയ്ത സമയത്ത് ഇത് സ്ട്രൈക്ക് ഉണ്ടെന്നും പറഞ്ഞു വന്ന മെയിലിൽ ഒരു നമ്പർ, ഒരു ഐ ഡി ഉണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നമ്മുടെ സ്ട്രൈക്ക് അവിടുന്ന് മാറ്റി തരാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് കുറേ മെയിൽ ഇങ്ങനെ നിറഞ്ഞപ്പോഴേ അത് ക്ലിയർ ചെയ്ത് കളയുകയും ചെയ്തു. അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് ആ നമ്പർ ഇല്ലാണ്ട് അത് ഈ പാട്ട് ഒരുപാട് പേരെടുത്തിട്ട് റീലും ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് സ്ട്രൈക്ക് അടിച്ചവർ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേതാ നമ്മളെന്ന് അവർക്ക് അതിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ കിട്ടണം. അപ്പോൾ എൻ്റെ നമ്പറാണെങ്കിൽ ഞാൻ മെയിലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകും, മെയിൽ മൊത്തത്തിലായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമില്ല. പിന്നെ അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. 3 മാസത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഞാനിത് അറിഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ അന്നോട്ട് ടെൻഷൻ അടിച്ച് 3 മാസം എൻ്റെ പോയാലേ. അപ്പോൾ അതുപോലെ എനിക്കിപ്പോൾ ഓരോ സോങ്സൊക്കെ എടുത്തിടുമ്പോഴേക്കും ഒരു പേടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് അന്ന് ഷോർട്സിന് അങ്ങനെ റവന്യൂ കയറി തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കാം അതിന് നമുക്ക് അങ്ങനെ 10ന്റെ പൈസ കിട്ടൂല. അന്ന് ചാനലിനോട്ട് നമുക്കത് പ്രശ്നമായി. ആ സമയത്ത് തന്നെ നമ്മുടെ കൊണ്ടാട്ട ഫാമിലിക്കും ഈ പാട്ടിന് അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്ക് അത് മെയിൽ ഐ ഡിയുടെ മെയിലിൽ നിന്ന് ആ നമ്പറൊക്കെ കിട്ടിയ കാരണം അവർക്ക് സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ, പിന്നെ കഴിയാറായി ഉണ്ടായിരുന്നു. അവർക്ക് അപ്പം തന്നെ സ്ട്രൈക്കൊക്കെ മാറ്റി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്നാൾ കല്ലുൻ്റെ സ്കൂളിലേ ഈ കരിങ്കാളിയല്ലേൻ്റെ അതിൻ്റെ എന്താ ലിറിക്സ് എഴുതിയ ആളോ എന്തോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിറിക്സ് ആണെന്ന് തോന്നുന്നു. ആൾ വന്നിട്ടുണ്ടായിരുന്നു കല്ലുൻ്റെ സ്കൂൾ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട്. അപ്പോൾ ആൾ വന്നിട്ട് ഈ പാട്ടൊക്കെ പാടാം, കരിങ്കാളിയല്ലേ പാട്ടൊക്കെ പാടപ്പം ഞാൻ വിചാരിക്കും ഈശ്വര ഇങ്ങേരൊക്കെ പിന്നെ അന്നൊക്കെ വല്ല പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും സ്ട്രൈക്കൊക്കെ മാറ്റായിരുന്നു. പക്ഷെ സ്ട്രൈക്ക് മാറ്റാന്ന് പറഞ്ഞാൽ അത് അവരുടെ ഓരോ ആളുകളെ ഏൽപ്പിച്ചേക്കാണ്. ഇത് ദുബായിൽ കിടക്കുന്ന ഒരാളായിരുന്നു അവരന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആളുടെ വൈഫും കൂടി ഇരുന്ന് നമുക്ക് സ്ട്രൈക്ക് മാറ്റി തരാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ പറയും, നമ്മളെടുത്ത് പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മുടെ കണ്ടൻ്റല്ലേ നിങ്ങളെടുത്ത് യൂസ് ചെയ്യുന്ന, എല്ലാവരും അങ്ങനത്തെ തന്നെയല്ലേ, അത് ശരിയില്ലാത്ത കാര്യമാണ് എല്ലാവരും. പക്ഷെ ട്രെൻഡിങ് സോങ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യല്ലോ. അപ്പം അങ്ങനെ പറ്റിപ്പോയതാ. അപ്പം ഈ പാട്ടാന്ന് കല്ലിൻ്റെ സ്കൂളിൽ വന്നിട്ട് അങ്ങേര് പാടിപ്പോൾ ഞാൻ ആലോചിച്ചു ഈശ്വരൻ്റെ കുറേ ദിവസം ഉറക്കം കെടുത്തിയ പാട്ടാണല്ലോ ഈ പാട്ട്. എപ്പോഴും കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഈ പാട്ടെൻ്റെ ഉറക്കം കെടുത്തിയ പാട്ടാണല്ലോ. അപ്പം ഞാൻ കണ്ണൻകുട്ടിക്ക് ഇത് കൊടുക്കട്ടെ, നിങ്ങളെടുത്ത് വർത്താനം പറഞ്ഞിരുന്നാലേ എൻ്റെ കുട്ടീൻ്റെ വയറ് നിറയില്ല. പായസം കുടിച്ചിട്ട് വേണമെന്ന് വയറ് നിറയ്ക്കാൻ. ഇന്നിപ്പോൾ പിറന്നാളുകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ പിറന്നാളാണ്. എല്ലാവരും ഒന്ന് എൻ്റെ ചേട്ടന് ബർത്ത്ഡേ വിഷയത്തുള്ള ചേട്ടന് ഇപ്പോൾ ഇല്ല, നാട്ടിലില്ല, എൻ്റെ ആങ്ങളാട്ടാ. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ശ്രീജ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. ശ്രീജ ചേച്ചി നമ്മുടെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായില്ല, ഇടയ്ക്ക് വെച്ചിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെയും ബർത്ത്ഡേ ആണ്, എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുക. നമ്മുടെ കണ്ണൻകുട്ടീൻ്റെ ഇന്നല്ലാന്ന് തോന്നുന്നു, ഇന്നലെ ആയിരുന്നു എന്ന് തോന്നുന്നു കണ്ണൻ്റെ നാള്. ഫെബ്രുവരി മാർച്ച് നോക്കണം. അതിനിപ്പോൾ ഇത് അച്ചാച്ചൻ നിൻ്റെ നാളെ ഇന്നിപ്പോൾ മാമൻ്റെ ബർത്ത്ഡേക്ക് പോയതാണാവോ പിറന്നാളിന്? മാമൻ്റെ പിറന്നാളായിട്ട് പരിപാടി ചെയ്യാൻ പോയതാണാവോ? കണ്ണൻ്റെന് പോയതല്ല, അത് ഇന്നലെ പോയാവോ? എനിക്ക് ഇന്നത്തെ തൃക്കട്ട നടന്നൊരു ഓർമ്മയില്ലാത്തതുപോലെ. കലണ്ടറിൽ നോക്കാൻ അവൻ പറയണ എന്നോട്, കലണ്ടറിൽ നോക്കാൻ. അപ്പം നമ്മുടെ കുഞ്ഞിക്കണ്ണന് പാച്ച് വെക്കട്ടെ ഏട്ടാ. എൻ്റെ മോനെ കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പായസം, കേക്ക്, ലഡു, ജിലേബി, പിന്നെ ഒണ്ടിട്ടാണ്ടാ ഇഷ്ടമുള്ളത്. പായസമൊക്കെ ഇഷ്ടം കൊണ്ട് ചില സമയത്ത് കഴിക്കാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടത്തില്ല. ഇപ്പം ഞാനില്ല പാലില്ലേ അത് മാത്രം കൊടുക്കണം, അതിലത്തെ വറ്റു കൊടുത്താൽ എൻ്റെ മോന് ചുമ വരെ. ഇനി ഞങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ ഗുരുവായൂരിച്ച് പോവും അല്ലേ? നാളിൻ്റെ അന്ന് ഗുരുവായൂരിച്ച് പോയിട്ട് പായസമൊക്കെ വേവിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പായസമൊക്കെ കുച്ചിട്ട് കിച്ചനോട് പയ്യും കിച്ചോ ഞങ്ങൾക്ക് വാവു ഒന്നും വെത്തല്ലേ, ഞങ്ങൾ കിച്ചൻ്റെ ഉണ്ണിയല്ലേ എന്ന് പയ്യല്ലേ ചുഞ്ചുരണമുണ്ട്. അപ്പം ഞങ്ങളിത് കൊടുക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി തുണികളൊക്കെ കൊണ്ടുവന്നൊന്ന് ഇടണം മുകളിൽ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ നെറ്റിപ്പട്ട നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നെറ്റിപ്പട്ട അതവിടെ അന്യം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കല്ലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ അത് ഉണ്ടാക്കി തരാം, അത് ചെയ്തുതരാം, ഇത് ചെയ്തുതരാന്ന് പറഞ്ഞ് ഓരോ കുപ്പിയും പാട്ടകളൊക്കെ എടുത്ത് വെക്കും. അമ്മ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ നിന്ന് ആകെ പ്രശ്നത്തിലൊക്കെ ആൾ സ്കൂളിൽ പോയിട്ടുള്ളത്, തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ കൂടുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും പോട്ടേന്ന് വെച്ചു. അപ്പേ ഞാൻ കണക്കിത് കൊടുക്കട്ടെ, നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പേ നീ ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടെ. നമ്മുടെ ശ്രീജ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ശ്രീജ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ആൾ ചിലവ് ചെയ്തതാ. അതേ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കണ്ണൻകുട്ടി അതിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അവന് ഇങ്ങനെ റൈസ് മാത്രം എടുത്തിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അവന് എരിവൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാനത് കഴിക്കാനൊക്കെ എടുത്തേക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ തട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. കണ്ണൻ ചേട്ടാ അതേ കണ്ണൻ്റെ പഴന്തേ വിസിലടിക്കുന്നേ. ഉടുപ്പിടണ്ടേ? പുറം ചൂടായാ കിടന്നിട്ട് മാവേ ഉടുപ്പിടണ്ടേ? കണ്ണൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ കുളിക്കായിരുന്നു. അപ്പം ഞാൻ കുളിക്കുന്ന സമയം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കും കേട്ടോ. അല്ലേ അണ്ണാ? നമ്മുടെ അപ്പിട്ടുണ്ടോ നീ? കണ്ണൻ്റെ പഴം അവിടെ ഇരുന്നിട്ട് വിസിലടിക്കുന്നുണ്ട്. നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ അവനെ ഒരിത്തിരി ഇങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ എടുക്കേണ്ട ഭാഗത്തിന് ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചിലും പുറത്തും തടവി കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ കപക്കെട്ടൊക്കെ വരുമ്പോഴേ തണുവ് തട്ടുമ്പോഴാണല്ലോ, അപ്പോൾ ഇത് ചൂടല്ലേ ബദാം ഓയിൽ എന്ന് പറയുന്നത്.
അപ്പം ഞാനിതൊന്ന് വെറുതെ ഒന്ന് നെഞ്ചിലും അതുപോലെ പുറത്തും ഒന്ന് തടവി കൊടുക്കുന്നു. എല്ലാ ദിവസമൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ. കണ്ണൻ്റെ പാടായിരുന്നു വിസിലടിക്കേണ്ടി. ഞാൻ അതിപ്പോൾ ഓഫാക്കിയിട്ട് വരാം. കമഴ്ത്തിയിട്ട് പോയാ അമ്മ? കമഴ്ത്തിയിട്ട് പോയാ? നമ്മളെ എത്രത്തോളം മസാജ് ചെയ്ത് കൊടുക്കുന്നു അത് അവരുടെ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ പഴം, ഇനിയിപ്പോൾ ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം ആയിട്ട് വേണം അവന് കൊടുക്കാനായിട്ടേ. അപ്പോൾ അത് ആവുന്ന വരെ ആയി, പക്ഷെ അതിൻ്റെ എയറൊക്കെ പോകണമല്ലോ, പിന്നെ അത് അടിക്കണം. അതുവരെ ഞാൻ ഫ്രീയാണ്, കണ്ണന് ഫ്രീയാണ്. കണ്ണന് കഴിക്കും വേണ്ട, എനിക്ക് കൊടുക്കും വേണ്ട. പിന്നെ നമ്മുടെ തുണിയൊക്കെ കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്പർശം എത്രത്തോളം അവരുടെ ബോഡിയിലേക്ക് എത്തുന്നോ അത്രത്തോളം അവരുടെ മസിലുകൾക്കൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ പറ്റാവുന്ന, ഇപ്പോൾ TV കണ്ടിരിക്കുകയാണെങ്കിലൊക്കെ എൻ്റെ മടിയിലുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അവനും ഇഷ്ടമായിട്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമാണ് എക്സസൈസ് ചെയ്യുന്നതൊക്കെ. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ ചിരിച്ചിരിക്കുമല്ലോ, വാശിയൊന്നും പിടിക്കില്ല. അല്ലേ അല്ലേ കുഞ്ഞിരാമ, കുഞ്ഞുവാവേ? അപ്പേ കുറച്ച് നേരമായിട്ട് ഞാനിവിടെ ഗുസ്തിയിലെ ബാക്ക് നോക്കണ്ട കേട്ടോ. നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ സംഭവം റെഡി ആക്കിയിട്ടാ. ഇതിലാണ് നമ്മളുടെ വർക്കുകളൊക്കെ വരുന്നത്. ഇതിൽ ഞാൻ ചിലവർ റെഡ് തുണിയിൽ തന്നെ ചെയ്യും. ഞാനപ്പോൾ ഈ ഭാഗത്ത് ഗോൾഡൻ ആണ് ഇട്ട് വെക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ ഗോൾഡൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ അതുകളൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാലേ ഈ ഗോൾഡൻ തുണി ആകുമ്പോൾ നമുക്കത് അങ്ങനെ എടുത്ത് കാണിക്കില്ല. അപ്പം അതിന് പകരം റെഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് എടുത്ത് കാണിക്കും. അപ്പം ചിലത് എടുത്ത് കാണിക്കുന്നത് ഒരു ഭംഗിയാണ്. നമ്മളിങ്ങനെ ഗോൾഡൻ ആ ഒരു പേളുകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ റെഡ് എടുത്ത് കാണിക്കുന്ന ചിലതിലൊരു ഭംഗി തോന്നാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇരുന്ന് കറക്റ്റ് ആ ഒരു ഭംഗിയിലൊക്കെ ഇങ്ങനെ വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഇത്തിരി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡനാണ് കേട്ടോ കൂടുതലും കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ഗോൾഡനും ഇതേ ലെവലിലാണ് ഞാൻ 3-4 അടി എന്നൊക്കെ പറഞ്ഞ് കാർബോർഡൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയാണ് 2 അടിയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്കുള്ള വലിപ്പം വലിയ സ്കൈ കൂടി ഉണ്ടല്ലോ. ആ 2 സംതിങ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അതിപ്പോൾ നൂലും കൂടെ വരുമ്പോൾ ചിലപ്പോൾ 2.5 അടി വരും കേട്ടോ. അത്രയ്ക്കേ വലിപ്പം വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയാണ് പണികൾ എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിച്ച് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള പണികൾ ഇനിയാണ്. കണ്ണുകുട്ടിക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ കിടത്തിയിട്ട് ഇവിടെ ഇരുന്നിട്ടായിരുന്നു പണി. അടിക്കലും ഒക്കെ കഴിഞ്ഞെന്നല്ലാന്ന് കേട്ടോ. ഇപ്പം ഞാൻ അതൊക്കെ നിറച്ചാകെ കോലാമലാക്കി ഇനി അല്ലേണ്ട കണ്ണൻ ചിരിക്കണേ. ഇനി കണ്ണൻകുട്ടിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. കല്യാണി വരുമ്പോൾ കല്യാണിക്ക് സന്തോഷമാവട്ടാ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവും. കാരണം അവൾ കുറേ ദിവസമായി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണേ. അമ്മ പറയുന്നുള്ളൂ, അമ്മ ഉണ്ടാക്കണമൊന്നുമില്ല. അവൾക്ക് ഓർമ്മയില്ല. അവൾക്ക് ഓർമ്മയുള്ള സമയത്തല്ല ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ മുൻപാണ് നമ്മൾ നെറ്റിപ്പട്ട തന്നെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. അവൾ കുഞ്ഞായിരുന്നപ്പോഴല്ലേ. അപ്പോൾ അവൾക്ക് ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നതൊന്നും അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അമ്മ പറയുന്നുള്ളൂ, അമ്മ ഉണ്ടാക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പരാതികളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പം എന്തായാലും ഇനി നല്ല പണികൾ. ഇതിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ല വേണ്ട ഒരു 12:15 ആവാറുണ്ട്. നമ്മുടെ കണ്ണുകുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ വേണ്ട. ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബോറടി ആയിട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആകെ ഒന്ന് വെക്കേഷൻ ആയാൽ മതി.
കല്യാണി ഉണ്ടെങ്കിൽ കല്യാണീൻ്റെ അടുത്ത് ഇങ്ങനെ അവളുള്ളപ്പോഴേ നേരം പോകുന്നത് അറിയില്ല. പിന്നെ വെക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് പോകണം, പിന്നെ കുറച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെയുള്ള കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആവില്ലേ. കറങ്ങാൻ കണ്ണനെ കൊണ്ടുപോണാ കണ്ണേട്ടാ, കറങ്ങാൻ കണ്ണനെ കൊണ്ടുപോണാ. കണ്ണനെ ഇത് കുറച്ച് നേരം എടുക്കുമ്പോഴേ നമുക്ക് വയ്യാണ്ടാവും, കുറേ നേരം വെക്കുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. അപ്പം അമ്മ ഇങ്ങനെ ഇരിച്ചു അല്ലേ. ഞങ്ങളിവിടെ ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ സിനിമ കാണാം. തണ്ണീർമത്തൻ ചേച്ചിമ്മ ചേട്ടന്മാരുണ്ട് അതില്, ചേച്ചിമാരുണ്ട് അതില്. ഒരു മണ്ണമ്മച്ചി അമ്മച്ചിയുടെ ഉമ്മല്ലേ, ഒരു മണ്ണമ്മച്ചി. അപ്പോഴേ ഇതിൻ്റെ ഞാൻ മേക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കോൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കത് ഇത്രയും നാക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാം കേട്ടാ. അവിടെ കയറി കിടക്കാം ചേട്ടാ. അപ്പം നമുക്ക് വീഡിയോ നിർത്താം അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ.